അല്ലെങ്കിലും എനിക്കിങ്ങനെ തന്നെയേ വരത്തുള്ളൂ. ഞാൻ ഇന്ന് ഫാൻ ഷോയ്ക്ക് പോകുന്നുണ്ടോ ആ പടങ്ങളൊക്കെ പൊട്ടും. അതേപോലെ ഫാൻ ഷോയ്ക്ക് പോവാമെന്ന് വിചാരിച്ച പടങ്ങളൊന്നും ഫാൻ ഷോയ്ക്ക് പോകത്തില്ല. എന്നാൽ ആ പടങ്ങളൊക്കെ കയറി കൊളുത്തുകയും ചെയ്യും. അങ്ങനൊരു പടമാണ് കേട്ടോ ഈ കാന്താര. ഫാൻ ഷോയ്ക്ക് പോകാമെന്ന് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ റിവ്യൂ കണ്ടിട്ട് പോകാമെന്ന് പിന്നീട് അങ്ങോട്ട് തീരുമാനിച്ചു. പക്ഷേ പടം ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ല. ഞായറാഴ്ച പടത്തിന് ബുക്ക് ചെയ്തപ്പോൾ സത്യം പറയാലോ 1:30-ക്കായിരുന്നു ഷോ. 1:30 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം അതേപോലെയാണ് പോസിറ്റീവ് റെസ്പോൺസ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. അതും പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് പടമാണെന്നറിയൂ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോളൂ. കാരണം കാന്താരയുടെ ഫസ്റ്റ് കാന്താരയെക്കാളും എത്രയധികം മികച്ചതാണെന്നറിയോ ഈ പടം. ഋഷഭ് ഷെട്ടി റിയലി ആളുടെ ഇപ്പോൾ ബിഗ് ഫാൻ ആയിക്കൊണ്ടിരിക്കലാണ് ഇപ്പോൾ. ആളുടെ വലിയ ബിഗ് ഫാനാണിപ്പോൾ. കാരണം അഭിനയവും ഡയറക്ഷനും എല്ലാം ഒരുമിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. പടം അടിപൊളി. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പടം കണ്ട അതിന് മേക്കിങ്ങും അതിൻ്റെ പ്രസൻസൊക്കെ ഉണ്ടല്ലോ അടിപൊളി. ആൻഡ് പടം കഴിഞ്ഞ് ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ അമ്മ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു പോപ്കോൺ മാത്രമാണ് വാങ്ങിയത്. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടാണ് കയറിയത് തന്നെ. പിന്നെ പടം അത്ര നല്ല പടമായതുകൊണ്ട് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പടം അങ്ങനെ കണ്ടിരുന്നു. കയ്യടിക്കുക, എന്താ പറയുക, ശബ്ദം ഉണ്ടാക്കുക, ഒന്നും പറയാനില്ല. അടിപൊളി പടം. ഇതുവരെ കാണാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി കേട്ടോ. മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ പോയിരുന്ന് കാണണം കേട്ടോ. രണ്ടാമതും പോയി കാണണം നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ അവിടെ പടം വിട്ട് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി തോമസ് ഗാസയ്ക്ക് വന്നു കേട്ടോ. തോമസ് ഗാസയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റമായ തൃശ്ശൂർ ദം ബിരിയാണി കഴിക്കത്തേ ഉള്ളൂ. വേറെ ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്നെ പിന്നെ ബിരിയാണി പറഞ്ഞു. പിന്നെ ഒരു ലൈമും പറഞ്ഞു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞായറാഴ്ച ഇങ്ങനെ പോയി ഞായറാഴ്ച. എന്തായാലും ഭരത്തേട്ടനും ഉണ്ടായിരുന്നു. ഞാനും ഭരത്തേട്ടനും അമ്മയും കണ്ണനുമാണ് ഞങ്ങൾ പടത്തിന് പോയത്. ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ബൈ.